അങ്ങനെ നമ്മളെ ചാനലിൽ 75,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല പെട്ടെന്ന് ഇത്രയാകുമെന്നൊന്നും. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. ഭയങ്കര സന്തോഷമാണ് കമൻറ്റൊക്കെ കാണുമ്പോൾ. എല്ലാത്തിനും പറ്റുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ ചെയ്യാറുമുണ്ട്. ഇതുവരെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് കേക്ക് തയ്യാറാക്കാനുള്ള പാൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. ഞാൻ അലുമിനിയത്തിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളതിന് നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതെടുക്കാം. അത്യാവശ്യം കട്ടിക്ക് ഉപ്പിട്ട് കൊടുത്ത് നമുക്കൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് അടച്ചു വെച്ച് ഒന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം അല്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഇളം ചൂടുള്ളതോ ആയ പാല് ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ ഇരിക്കുന്ന പാല് ഉടനെ ഡയറക്റ്റ് ചേർക്കരുത്. ഇനി ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദ എന്ന് പറയുമ്പോൾ 250 ml ആണ് 1 കപ്പ് വരുന്നത്. നമുക്കിതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വാനില എസൻസ് ഞാൻ മിക്സിലാണ് ഒഴിച്ചിട്ടുള്ളത്, ഡ്രൈ ഇൻഗ്രീഡിയൻസിലല്ല. ഇനി നമുക്കിത് കുറച്ചായിട്ട് അരിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 1-2 പ്രാവശ്യമായിട്ട് ഇതുപോലെ കുറച്ച് അരിച്ചിട്ട് കൊടുക്കുക, ഫോൾഡ് ചെയ്തെടുക്കുക, കുറച്ച് അരിച്ചിട്ട് കൊടുക്കുക, ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. അത്യാവശ്യം സാവധാനത്തിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ഹാർഡായി പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇനി ഇതൊരു സ്പാച്ചിലയോ സ്പൂണോ അല്ലെങ്കിൽ ചെറിയ ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്ക് ബാറ്റർ ഒരുപാട് തിക്കായി പോകാൻ പാടില്ല. ആവശ്യമായിട്ട് വരാണെന്നുണ്ടെങ്കിൽ 1-2 സ്പൂണ് പാല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തിക്നെസ് ആയിരിക്കണം നമ്മുടെ എങ്കിലേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. അതിനായിട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മൈദ ഇട്ട് എല്ലായിടവും ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കറക്റ്റ് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. നൈഫ് കൊണ്ട് നമുക്കിതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ടൊന്ന് കുത്തി നോക്കാം. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് നല്ലപോലെ ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഡീമോൾഡ് ചെയ്തെടുക്കാനത് തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്താൽ മതിയാവും. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഐസിങ് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹൈറ്റ് കുറവുള്ള കേക്കാണെങ്കിൽ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഹൈറ്റ് കൂടുതലാണെങ്കിൽ ഒരു 3 ലെയർ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് ഫിയോണയുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ 1 കപ്പ് ഫിയോണയുടെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. 2 ബൗളിലായിട്ട് ഞാൻ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ മിൽക്ക് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മിൽക്ക് സിറപ്പിൽ ഞാൻ കുറച്ച് മാംഗോ സിറപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്റ്റിഫായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിനി ഇതൊരു നൈഫ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയതിന് ശേഷമോ നമുക്കിതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ചെറീസ് കുറച്ച് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ലെയർ ക്രീം വെക്കുന്നതിന് മുമ്പായിട്ടും നമുക്ക് ഷുഗർ സിറപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ബാക്കി വന്ന ക്രീമിലേക്ക് ഞാൻ 2 കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ലൈറ്റ് ഗ്രീനും ഒരു ഡാർക്ക് ഗ്രീനും. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിത് ഹോം മെയ്ഡ് നോസിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇതുപയോഗിച്ച് നമുക്ക് റോസ് ഫ്ലവർ വരച്ചു കൊടുക്കാം. ആദ്യത്തെ ലെയറിൽ ഞാൻ ലൈറ്റ് ഗ്രീനും രണ്ടാമത്തെ ലെയറിൽ ഡാർക്ക് ഗ്രീനും മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് ഇതുപോലെ ഉപയോഗിച്ച് കവർ ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിളാണ്. ഇതുപോലൊരു നോസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് കേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ കളർ സ്പ്രിങ്കിൾസ് കൂടി ഇട്ട് കൊടുത്ത് 1 മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരുപാട് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫഹ്മിദ, സിൽജ, ഫസീല, ഫാത്തിമ, റിഫ, ബിൻസീന, നിസാർ. ആരുടെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ട്രൈ ചെയ്യാം.